ഹായ്, ഞാൻ ദീപ. ഇന്നൊരു ക്ലീനിങ് വ്ലോഗാണ്. അപ്പം ഞാൻ ഇങ്ങനെ എപ്പോഴും വീട് ക്ലീനാക്കി വെക്കാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഒത്തിരി അങ്ങനെ എഫേർട്ട് ഇടാത്ത ഒരാളാണ്. കാരണം അത്രയും എഫേർട്ട് ഇട്ടിട്ട് കാര്യമില്ല. പിള്ളേരുള്ള വീടായതുകൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെ ക്ലീനാക്കി ഇട്ട് കഴിഞ്ഞാലും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോഴും അവരുടെ ബുക്ക് അവർ കഴിക്കാൻ എടുക്കുന്നത് എല്ലാം അവിടെ ഇവിടെയും വെച്ചിട്ട് പോകും. പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ നടന്നത് ക്ലീൻ ചെയ്യണം. ശരിക്കും അത് അത്ര വർത്ത് ആയിട്ടുള്ളൊരു സംഭവമാണെന്ന് തോന്നാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിനത്ര ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാറില്ല. പറ്റുന്ന പോലെ അടുക്കി പെറുക്കി വെക്കും. അപ്പോൾ മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു ശനിയാഴ്ച കൂടിയിട്ട് നല്ലോണം ക്ലീൻ ആക്കി ഇടും. ഭയങ്കര ഡീപ്പ് ക്ലീൻ അല്ല, അത്യാവശ്യം എല്ലാം ഒന്ന് അടുക്കി പെറുക്കി തൂത്ത് വാരി വെക്കും. പിന്നെ ഉള്ളത് മൺഡേ ടു ഫ്രൈഡേ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തൂക്കാനോ തുടയ്ക്കാനോ ഒന്നും പോകാറില്ല കേട്ടോ. അപ്പം ഞാൻ സാറ്റർഡേ റെഡിയാക്കി ഇടുന്ന സംഭവം ഒരു ഫ്രൈഡേ ഒക്കെ ആകുമ്പോൾ ഈ പരുവത്തിലായിരിക്കും. അത് മെയിനായിട്ട് നമ്മൾ വീട്ടിൽ പിള്ളേരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലാതെ ഞാനിങ്ങനെ പിള്ളേരുടെ അടുത്ത് ഇവർക്കായിട്ടൊരു മുറി കൊടുത്തിട്ടുണ്ട്. ആ മുറിയിലോട്ട് ഞാൻ കയറാറില്ല കേട്ടോ. അപ്പം നമ്മൾ എത്ര പറഞ്ഞാലും പിള്ളേരിങ്ങനെ തന്നെയാണ്. അല്ലാതെ എനിക്കൊരു പട്ടാള ചിട്ടയിൽ വളർത്താൻ വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരവരുടെ വഴിക്കും ഞാൻ എൻ്റെ വഴിക്കും പോകും. അപ്പോൾ ഡെയിലി ഉള്ള കാര്യങ്ങളല്ല, ഞാൻ സാറ്റർഡേയിൽ ഞാൻ ചെയ്യുന്ന ഒരു ക്ലീനിങ് പ്രോസസ്സാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. കാരണം നമ്മൾ വെള്ളിയാഴ്ചയൊക്കെ ആകുമ്പം ഏതെങ്കിലും ഒരു വെബ് സീരീസോ ഒരു സിനിമയൊക്കെ ഇട്ട് കണ്ട് രാത്രി 12 മണി കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും കിടക്കുന്നത്. കിടന്നു കഴിയുമ്പം ശനിയാഴ്ച മാത്രമാണ് എനിക്ക് ഇച്ചിരി ലേറ്റായിട്ട് എണീക്കാൻ പറ്റുന്നത്. ഞായറാഴ്ച ആണെങ്കിലും രാവിലെ എണീക്കണം, പള്ളിയിൽ പോകണം, സൺഡേ സ്കൂളിൽ വിടണം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സാറ്റർഡേയ്സ് കുറച്ച് ലേറ്റായിട്ട് എണീറ്റു. ഇന്നിപ്പം 8 മണി 9 മണിയൊക്കെ ആയി. അപ്പോൾ രാവിലത്തെ ഫുഡിൻ്റെ കാര്യമൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഞാൻ പയ്യെ ക്ലീനിങ്ങിലേക്ക് കടന്നു. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ക്ലീൻ ചെയ്യുന്ന അടുക്കള തന്നെയാണ്. അടുക്കള ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊരാശ്വാസമാണ്, ഭയങ്കരമായ ഒരാശ്വാസമാണ്. അപ്പോൾ ഞാൻ നോർമലി സാറ്റർഡേയ്സ് അല്ലെങ്കിൽ സൺഡേയ്സാണ് നമ്മൾ പ്രൊവിഷൻസ് ഒക്കെ മേടിച്ച് വെക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഇതൊന്നും മേടിക്കാനായിട്ട് അല്ലെങ്കിൽ ലിസ്റ്റ് അയക്കാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഇടദിവസമാണ് മേടിച്ചത്. ഇടദിവസം വന്ന ചാക്ക് അതുപോലെ തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. ഞാനൊട്ട് ക്ലീൻ ചെയ്യാനും പോയില്ല, വേറെ ആരും ഇനിഷ്യേറ്റീവ് എടുത്തുമില്ല. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് പാൻട്രിയിലോട്ടൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. എല്ലാം അടുക്കി പെറുക്കി വെച്ചു. എനിക്ക് തോന്നുന്നു വാങ്ങിച്ചു തന്നെ ഞാൻ വീണ്ടും വാങ്ങിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമ്മളിവിടെ ഗ്രോസറി വാങ്ങിക്കുന്ന കാര്യമൊക്കെ മുന്നേ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അതായത് നമ്മൾ ഇവിടെ അടുത്ത് തന്നെ ഒരു സ്റ്റോറുണ്ട്. ആ സ്റ്റോറിലേക്ക് നമ്മൾ അവരുടെ വാട്സപ്പ് നമ്പറിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ലിസ്റ്റ് അയച്ചു കൊടുക്കും. അപ്പോൾ അവരൊരു ചാക്കുംപടി ആയിട്ട് ഈ സാധനം കൊണ്ടുതരും. അപ്പോൾ അതാണ് നമ്മൾ നോർമലി ചെയ്യാറ് കേട്ടോ. കാരണം പോത്തീസിലോ അല്ലെങ്കിൽ ലുലുവിലോ ഒക്കെ പോയി വാങ്ങിക്കാനായിട്ട് നിൽക്കും തോറും നമ്മളിതെല്ലാം കൂടെ വലിച്ചു കെട്ടി ഇവിടം വരെ കൊണ്ടുവരണ്ടേ. അതിനേക്കാളും എളുപ്പം ഇങ്ങനെ ആൾ കൊണ്ടുവരുന്നതാണ്. പിന്നെ അനാവശ്യമായ ഒരു സാധനം നമ്മൾ വാങ്ങിക്കത്തില്ല എന്നുള്ളതാണ്. കാരണം ലിസ്റ്റാണല്ലോ. നമ്മളല്ലാണ്ട് ഞാൻ നോർമലി ഞായറാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും പച്ചക്കറി വാങ്ങിക്കാൻ പോകും കേട്ടോ. അത് ഇവിടെ അടുത്തൊന്നും പോകാനായിട്ട് എനിക്ക് തോന്നാറില്ല. ഞാൻ ചിലപ്പോൾ പോത്തീസിൽ പോയി വാങ്ങിക്കും ചില ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ അടുത്തുള്ള മാർക്കറ്റിൽ പോയി വാങ്ങിക്കും. അപ്പോൾ പോത്തീസിൽ പോകുമ്പം ഞാൻ പച്ചക്കറി വാങ്ങിക്കാനാണ് പോകുന്നതെങ്കിൽ പോലും ഒരാവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരും. കാരണം നമുക്ക് ഭയങ്കര ടെംപ്റ്റേഷൻ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ ഇവിടെ അടുത്തുള്ള സ്റ്റോറിൽ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് പ്രൊവിഷൻസ് ഒക്കെ വാങ്ങിക്കുന്നത്. അതിൻ്റെ ലിസ്റ്റും അതിൻ്റെ ഒരു മാസ്റ്റർ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ വാങ്ങിക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഓൾറെഡി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് കണ്ടു നോക്കാം. പിന്നെ പയ്യെ ക്ലീനിങ് തന്നെയാണ്. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ചുക്കിലിയാണ്. അപ്പം ചുക്കിലി എന്താണെന്ന് ചോദിക്കും. ഇതിന് മുന്നേ ഉള്ള വീഡിയോസിൽ ഞാൻ ചുക്കിലി എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ ചോദിച്ചു ഇതെന്താണ് ചുക്കിലി. ചുക്കിലി എന്ന് പറഞ്ഞാൽ മാറാല, അതാണ് നമ്മൾ പറയുന്നത് ചുക്കിലി എന്നാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ശല്യം. അപ്പോൾ ഇന്നിപ്പം ഏതാണ്ട് ഒരു 10 മണി അടുപ്പിച്ചാണ് ഞാൻ ക്ലീനിങ് തുടങ്ങി. നല്ല ചൂടാണ്. അപ്പം ഈ ചൂട് കയറുന്നതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ക്ലീനിങ് തീർക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ എൻ്റെ മാരകായുധങ്ങളൊന്നും എടുത്തിട്ടില്ല. അതായത് വാക്യൂം ക്ലീനറോ അങ്ങനത്തെ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല. അതൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ച് അധികം ടൈം എടുക്കും. ഞാനിപ്പോൾ 10 മണിയായപ്പോൾ തന്നെ എനിക്ക് കുറേശ്ശെ ക്ഷീണം ആയി തുടങ്ങിയിട്ടുണ്ട്. കാരണം ചൂട് കയറും തോറും നമുക്ക് ബോഡി പെയിനൊക്കെ ഭയങ്കരമായിട്ട് കയറും. അപ്പം അത്രയും ഒന്നും സമയം നിൽക്കാനുള്ള ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ നമ്മുടെ ബ്രഷ് മാനുവലി ഉള്ള സംഭവങ്ങൾ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത്. അത്യാവശ്യം സമയം എടുത്തൊക്കെ ചെയ്യാനാണെങ്കിൽ മാത്രമേ ഞാനിപ്പോൾ വാക്യൂം ക്ലീനറൊക്കെ എടുക്കാറുള്ളൂ. അല്ല പിന്നെ വാക്യൂം സ്റ്റിക്കുണ്ട്. നമ്മൾ ഇപ്പം മൺഡേ ടു ഫ്രൈഡേ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ തറയൊക്കെ ഒന്ന് മോപ്പ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അതാണ് യൂസ്ഫുൾ കേട്ടോ. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. കാണാത്തവരാണെങ്കിൽ കയറി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. പിന്നെന്താണ്, അപ്പോൾ
ഒരുവിധം അടുപ്പും പാതവും എല്ലാം സെറ്റാക്കി അടുക്കളയും ഒന്ന് സെറ്റായി കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു വലിയ ആശ്വാസമാണ്. അത് കഴിയുമ്പോൾ ഒരു മേജർ പാർട്ട് ഓഫ് ദ ക്ലീനിങ് തീർന്നു എന്ന് തന്നെ പറയാം. പിന്നെ മുകളിൽ നമ്മൾ ഫാൻ തുടയ്ക്കുന്നത് അതൊക്കെ നമ്മൾ മാസത്തിലൊരിക്കലോ ഒക്കെ അതിന് വേണ്ടിയിട്ട് തന്നെ ടൈം കണ്ടെത്തി ചെയ്യും കേട്ടോ. ഇതെല്ലാം ശനിയാഴ്ചകളിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഞായറാഴ്ചത്തേക്ക് മാറ്റാറില്ല, വേറൊരു ദിവസവും നമ്മൾ എടുക്കാറുമില്ല. ശനിയാഴ്ച റീസെറ്റ് പ്ലസ് റെസ്റ്റ് ഡേ ആണ്. ഇത് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ വന്നാലും ഒരു 3 മണി 4 മണിയാവും. പിന്നെ ഒരൊറ്റ കിടപ്പാണ് ഞാൻ ഒരു 2 മണിക്കൂർ അടുപ്പിച്ച് കിടന്ന് കളയും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അടുത്ത ഞായറാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മീൽ പ്രിപ്പ് ഡേ ആണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യാം, ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ളൊരു റൂട്ടീനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അടുക്കി പെറുക്കി അതാത് സ്ഥാനത്ത് വെക്കുക. അതാണ് ക്ലീനിങ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശനിയാഴ്ച ആകുമ്പം പിള്ളേരുടെ ബുക്സ് അവിടെ ഇവിടെ കാണും, അല്ലെങ്കിൽ പിള്ളേരെ പഠിപ്പിക്കാനെടുത്ത സംഭവങ്ങൾ, എൻ്റെ ബുക്സ് കാണും, അല്ലെങ്കിൽ മാഗസീൻസ് കാണും, പത്രം കാണും. പിന്നെ എടുത്ത സാധനങ്ങൾ തന്നെ പല സ്ഥലത്ത് കൊണ്ടുവയ്ക്കുന്നു. പിന്നെ പിള്ളേരുടെയൊക്കെ ഒരു മെയിൻ ഇതെന്താണെന്ന് വെച്ചാൽ അവർക്കായിട്ട് മുറിയും പിന്നെ മേശയും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അവരുടെ ബുക്കെല്ലാം സെറ്റ് ചെയ്ത് വലിച്ചു വാരിയിടുക എന്ന് പറയുന്നൊരു പ്രത്യേകതരം സ്വഭാവം അവർക്കുണ്ട്. അത് പ്രത്യേകിച്ച് മാനിക്കാണ്. അവൾക്ക് രാവിലെയോ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിരിക്കും അവൾ ടൈം ടേബിൾ എടുക്കാൻ പോകുന്നത്. അപ്പം അവൾ മൊത്തം ഇങ്ങനെ നിരത്തി സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് അവൾ അതിൻ്റെ പരിപാടികളൊക്കെ ചെയ്യുന്നത്. പിന്നെ എന്താ, പൊടി ഒരു മേജർ പ്രശ്നമാണ്. കാരണം നമ്മുടെ ഒരു സൈഡ് മൊത്തമായിട്ട് ഒരു സൈഡ് റോഡും പിന്നെ ഒരു സൈഡിൽ എന്താണ് വീട് പണിയൊക്കെ നടക്കുന്നുണ്ട്. എത്ര തൂത്താലും ഈ പറയുന്ന എന്താണ് പൊടിയും ചുക്കിലിയും ഒന്നും അങ്ങോട്ട് ഒഴിഞ്ഞു പോകത്തില്ല. 2 ആഴ്ച കൊണ്ട് തന്നെ പെട്ടെന്നാണിത് കയറുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കർട്ടൻ്റെ ഒക്കെ ബാക്കിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാണും ചുക്കിലി. ഇപ്പം ഈ ആഴ്ച കഴിഞ്ഞാൽ അടുത്ത ആഴ്ച വീണ്ടും നല്ലോണം അത് കയറും. അപ്പോൾ നമുക്കിവിടെ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു എല്ലാവരും ഇൻഹേലർ, ഞാൻ ഒഴികെ ബാക്കി 3 പേരും ഇൻഹേലറൊക്കെ എടുക്കുന്ന അലർജിക്ക് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ പൊടി ഒരിച്ചിരി പ്രശ്നക്കാരനാണ്. അപ്പം അത് ക്ലീൻ ആക്കാതെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് ഏണി വരുന്നത്. പിന്നെ ഇവിടെ പിള്ളേർക്ക് അങ്ങനെ അസുഖം ഒഴിഞ്ഞ് നേരമൊന്നുമില്ല. നമ്മൾ കൗണ്ടർ ടോപ്പിൽ, കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൽ മരുന്ന് നിരത്തി വെച്ചേക്കുന്ന കണ്ടാൽ തന്നെ അറിയാമല്ലോ, നമ്മളത് മാറ്റാറില്ല. കാരണം അത് എടുത്ത് അകത്തോട്ട് വെക്കുമ്പോൾ തന്നെ അടുത്ത അസുഖം വരും, പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പൊടി ഒരു വലിയ വില്ലനായതുകൊണ്ട് തന്നെ കുറച്ച് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇതാക്കും. പക്ഷേ ഞാൻ തുടയ്ക്കാറൊന്നുമില്ല കേട്ടോ. തുടയ്ക്കുന്നതൊക്കെ ഞാൻ വല്ലപ്പോഴും കൂടിയിട്ട് തുടയ്ക്കാറുള്ളൂ. എൻ്റെ ആരോഗ്യം അനുവദിക്കാറില്ല. അപ്പോൾ ഇനി എന്തുകൊണ്ടാണ് ജോലിക്കാരിനെ വെക്കാത്ത ചോദ്യം ഒന്നും വന്നേക്കരുത്. ഞാൻ ഒത്തിരി വീഡിയോസ് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ജോലിക്കാരിനെ വെക്കാൻ താല്പര്യമില്ലാത്തതെന്നുള്ളത്. അപ്പോൾ അടുക്കിപ്പെറുക്കലെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉള്ളത് എല്ലാം തൂത്തുവാരി എടുക്കുക എന്ന് പറയുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അതെനിക്ക് ഇങ്ങനെ കുനിഞ്ഞു നിന്ന് തൂക്കുന്ന പരിപാടി ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇതുപോലത്തെ ഒരു എന്താണ് ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത്. അല്ലാതെ ചൂല് പിടിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈയുടെ കുഴ, കൈപ്പത്തിയുടെ ആ ഏരിയ ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് വേനെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇതാണ് കുറച്ചും കൂടെ എനിക്ക് എളുപ്പം കേട്ടോ. ഇവിടുന്ന് നേരെ കാണുന്നത് അനിയുടെ റൂമാണ്. അവിടോട്ട് ഞാൻ കയറാറില്ല, അതൊരു ഭാർഗവി നിലയമാണ്. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മറ്റേ ഹൃദയസ്തംഭനമൊക്കെ വരും. അപ്പം ഞാൻ അങ്ങോട്ട് കയറാറില്ല. പിന്നെ ബാക്കിയുള്ള ഏരിയയിലെല്ലാം സെറ്റിയുടെ അടിയിലൊക്കെ എന്തായാലും ഇത് എന്താണ് ഒത്തിരി ഈ പാക്കറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ബിസ്ക്കറ്റിൻ്റെ ഒക്കെ പാക്കറ്റ് മിക്കവാറും കിട്ടും. എന്നാലും ഞാൻ പറയാറുണ്ട്, ഇവരിപ്പോൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് പണ്ടത്തേനേക്കാട്ടിലും. പണ്ട് കുഞ്ഞിലെ ചെയ്തിരുന്നതിനേക്കാളും അക്രമങ്ങൾ കുറവാണ്. ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്, പായലിൽ കൊണ്ടിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാര്യമായിട്ട്, അല്ലെങ്കിൽ കുറച്ച് 2 ചാട്ടമൊക്കെ ചാടി കഴിഞ്ഞാൽ അവരതനുസരിച്ച് ചെയ്ത് അങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ ഇടാറുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇവിടെ എന്താണ് പറമ്പൊന്നുമില്ല. അപ്പോൾ എന്താ നമുക്ക് ഈ എന്താണ് ഈ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, അതായത് പേപ്പർ വേസ്റ്റ് ആണെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ എവിടെയെങ്കിലും കൊണ്ടിട്ട് കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ടെറസിൻ്റെ മുകളിൽ കൊണ്ട് കത്തിക്കുക മാത്രമേ പറ്റത്തുള്ളൂ. സോ അപ്പോൾ ഞാൻ ഈ കിട്ടുന്ന ഈ തൂത്ത് വാരി എടുക്കുന്ന പൊടി ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഞാൻ ചാക്കിലാക്കി വെക്കും. കാരണം ഇവിടെ മറ്റേ ഹരിതകർമ്മസേന വരുമ്പം പ്ലാസ്റ്റിക് വേസ്റ്റും അല്ലാതുള്ള ഇതുമൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ഇതുകൂടെ അങ്ങ് കൊടുക്കും. അല്ലാതെ ഇവിടെ വേറെ ഒരു മാർഗ്ഗവും ഇല്ലാത്തതുകൊണ്ട് സാധാരണ എല്ലാവരും കിച്ചണിൽ നിന്ന് തൂത്ത് മുറ്റത്തോട്ട് പോകുമ്പോൾ ഞാൻ മുറ്റത്തുനിന്ന് തൂത്ത് കിച്ചണിലോട്ടാണ് വരാറ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ക്ലീനിങ് എല്ലാം തീർന്നു. ഏതാണ്ട് സമയം 1-1:15 നോർമലി ഇത് 3 മണി വരെ നീളാറുണ്ട്. ഇന്നെനിക്ക് ഒട്ടും വയ്യായിരുന്നു, പിന്നെ ക്ലീൻ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ ഇനി അടുത്തത് ഫുഡാണ്. ഫുഡ് നമ്മൾ ഒന്നെങ്കിൽ ക്ലീൻ ചെയ്യുന്ന ദിവസങ്ങളിൽ, അല്ലെ ഒത്തിരി ടൈം എടുക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കും. അല്ലെ പിന്നെ ഞാൻ ഇന്നിപ്പോൾ കഞ്ഞി ഉണ്ടാക്കിയായിരുന്നു.
കഞ്ഞി എന്ന് പറയുമ്പോൾ ഇവിടെ ബാക്കി എല്ലാവർക്കും ഇഷ്ടമാണ്, അന്നയ്ക്കൊഴികെ ആനിക്ക് വരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം അതാണ്. അതായത് അരിയും പയറും കൂടെ ഇട്ട് ഒരുമിച്ചിട്ട് കുക്കറിൽ 2-3 വിസിലടിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ നമുക്ക് അച്ചാറും കൂട്ടി കഴിക്കാം. അല്ലാതെ നമുക്ക് കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കൂടെ ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പം ഒരാഴ്ചത്തേക്ക് കടന്നു പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.